മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ LDFിലേക്ക് കൊണ്ടുവന്നതിന്റെ സൂത്രധാരൻ ഇദ്ദേഹമാണെന്നാണ് ഇപ്പൊ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതുവരെ അവര് പുറത്ത് പറഞ്ഞിരുന്നില്ല, ഇപ്പോഴാണ് അത് പുറത്ത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. മാണി ഗ്രൂപ്പിനെ LDFിലേക്ക് കൊണ്ടുവന്നത് വാസവൻ ചെറിയ കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. KM മാണി അന്ന് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ EP ജയരാജൻ, അപ്പൂപ്പൻ മന്ത്രി നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ, ഇവരൊക്കെ അന്ന് നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, കോപ്രായങ്ങൾ, മേശ വലിച്ചെറിഞ്ഞത്, ഡയസ് മുഴുവൻ അടിച്ചു തകർത്തത്, സ്പീക്കർ ഡയസ്, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലയോ? കണ്ടതല്ലയോ? മാണി സാറിന് എന്തൊക്കെയാ പറഞ്ഞത്? ബജറ്റ് കള്ളൻ. ഈ കേരള തോകാടിയ എന്നൊക്കെ പറയുന്നതിനേക്കാൾ കഷ്ടം പിടിച്ചൊരു പ്രയോഗമായിരുന്നു ബജറ്റ് കള്ളൻ. ആ കേരള കോൺഗ്രസിനെയാണ് വാസവൻ സഖാവ് LDFിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലല്ലയോ ഈ നേട്ടം? NSSനെ പിണറായിയുടെ ആരയിലേക്ക് എത്തിച്ചിരിക്കുക. എന്നും CPMനെ എതിർത്ത ഒരാളാണ് നമ്മുടെ സുകുമാരൻ നായർ. സുകുമാരൻ നായരെ കുറിച്ച് പിണറായി വിജയൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനെ കുറിച്ച് NSS എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോയിപ്പോഴ്. അതാ സത്യം. എന്നിട്ട് പോലും അങ്ങനെ ഒരു NSSനെ ഈ പമ്പാതീരത്ത് നടക്കുന്നൊരു സംഗമം എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ മാത്രം അവരുടെ നയം മാറ്റിക്കാനും അവരുടെ പ്രതിനിധിയെ അവിടെ കൊണ്ടുവരാനും പിണറായി വിജയനെ പൂഴ്ത്തിക്കൊണ്ട് സംസാരിക്കാനും അവർക്ക് സാധിച്ചു. അല്ലെങ്കിൽ അതിനൊരു കാരണക്കാരനായി എന്ന് പറഞ്ഞാലേ വാസവ സഖാവിന്റെ നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് വിവരിക്കുക?